ഹായ്, നമുക്കിന്ന് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അതിന് വേണ്ടി കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് ആവശ്യമായ സവാള, ചെറിയ ഉള്ളി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില എന്നിവ എടുത്ത് വെക്കുക. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. ചെറിയ ജീരകവും ഇട്ട് പൊട്ടിച്ചത് അതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും കൂടി ആഡ് ചെയ്യാം. ഇനി അതൊന്ന് നന്നായി ഇളക്കി ചെറുങ്ങനെ പരുവമാകുമ്പോൾ നമുക്ക് നമ്മളെ വെണ്ടയ്ക്കേനെ അതിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതിയാവും. അതൊന്ന് നന്നായിട്ട് ഇളക്കി പരുവമാക്കിയതിന് ശേഷമാണ് നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കാം. ഇളക്കി പരുവമാവുമ്പോൾ നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് നന്നായി ഇളക്കി വെക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ചതച്ച വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല മണമാണ്, നല്ല ടേസ്റ്റാണ്. ഇതാണ് നമ്മളെ വെണ്ടക്ക മെഴുക്ക് പുരട്ടി. ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ ചോറ് പാടെ പോവും. ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കിട്ടോ.